യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 17-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തീർച്ചയായും നിറവേറും. യേശുവിൻ്റെ ജനനം അതിന് ഒരു തെളിവാണ്. യേശുവിൻ്റെ ജനനത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് അരുളി ചെയ്ത പല കാര്യങ്ങളും നിറവേറി. ഉദാഹരണത്തിന്, യേശുവിൻ്റെ ജനനത്തിലൂടെ ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിലെ പ്രവചനം നിറവേറി. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം യേശുവിൽ നിറവേറി. യേശു ജനിച്ചപ്പോൾ ദാവീദിന് നൽകപ്പെട്ട വാഗ്ദാനം നിറവേറി. നിന്റെ വംശത്തിൽ നിന്ന് എന്നും ഒരു രാജാവ് ഉണ്ടായിരിക്കും, നിന്റെ സിംഹാസനം ഞാൻ ശാശ്വതമായി സ്ഥാപിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് ദാവീദിന്റെ വംശത്തോട് ചെയ്ത വാഗ്ദാനം യേശുവിൽ നിറവേറി. ഇങ്ങനെ നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ യേശുവിൻ്റെ ജനനത്തിലൂടെ നിറവേറി. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും നിറവേറും. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ വിശ്വസിച്ചു എന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് അമ്മ പറയുന്നു, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാക്കുകൾ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനവും വെറുതെ പോകില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ നിറവേറും. നമുക്ക് തമ്പുരാൻ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറും. അതിനുള്ളൊരു തെളിവാണ് ക്രിസ്മസ്. അതിനാൽ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുവാനും ആ വാക്കുകൾ നിറവേറുമെന്ന് പരിപൂർണമായി പ്രത്യാശിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.